ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മൊമോസാണ്. ഇപ്പം ക്രിസ്മസ് വെക്കേഷനൊക്കെ കൊണ്ട് ഞാനും അമ്മയും വിചാരിച്ചൊന്ന് മൊമോസ് ഉണ്ടാക്കി നോക്കാണ്. അപ്പോൾ നമുക്ക് മൊമോസ് ഉണ്ടാക്കിയാലോ. അപ്പം മൊമോസിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ചിക്കൻ വേണം. ബോൺലെസ് ചിക്കൻ പപ്പ ഇന്നലെ പോയി വാങ്ങിച്ചാണ്. പിന്നെ ഈ ചെറിയ ഉള്ളി കുഞ്ഞു കുഞ്ഞായി ചോപ്പ് ചെയ്തത്, പിന്നെ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, മൈദ. ഈ കുരുമുളകും ചില്ലി ഫ്ലേക്സും ഈ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മൊമോസിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അപ്പം നമുക്ക് പേസ്റ്റ് പോലെ ആക്കി എടുത്താലോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ക്രഷ് ചെയ്ത് പേസ്റ്റ് വെള്ളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉപ്പിടാം. ഉപ്പ് ഒരു ആവശ്യത്തിന് ഇച്ചിരി ഇട്ടാൽ മതി, മതിയാവും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഇതിടാം, കുരുമുളക് ഇട്ട് വെക്കാം, ചെറുട്ടേക്ക് ചെരുവിന് ഇട്ടാം. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കണം. നല്ല രീതിക്ക് ഭയങ്കരമായിട്ട് ഫുള്ള് മിക്സ് ആക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നുപോയതാണോ? അല്ല, വെളിച്ചെണ്ണ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് സോസിന് വെച്ച ഉള്ളിയൊക്കെ അവിടെ പെറുക്കിയെടുത്തുകൊണ്ട് ശരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സായി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കുറച്ച് ഉപ്പിടണം. എങ്ങനെ അറിയാൻ പറ്റും? അതിലോട്ട് വെച്ച് നോക്കും. അപ്പൊ കഴിച്ച് നമുക്ക് ഉപ്പുണ്ടാ നോക്കാൻ പോണ അമ്മയാണ്. അമ്മ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതെങ്ങനെ നോക്കും? കൈയൊന്നും നോക്കി ഉപ്പില്ല, ഉപ്പില്ല. കുറച്ചും കൂടി ഉപ്പിടാം, മതിയാവല്ലേ? ഇനി ഉപ്പിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള മാവ് കുഴക്കണം. അപ്പം അതിനായി ഞാൻ അമ്മനെ വിളിക്കുന്നു. കട്ടാക്കി അപ്പം നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് നമ്മൾ കുഴച്ച് നേരത്തെ വെച്ചായിരുന്നു കേട്ടോ. അത് ഇപ്പം നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എടുക്കണം. ഇതിന് ബാക്കി ഇങ്ങനെ ഇതായിട്ട് നമുക്ക് ഒന്നും കൂടി പരത്തിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. എടുക്കാം. നമ്മ ഇത് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മ ഈ മിക്സ്ചർ എടുത്ത് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്യേണ്ട പണിയാണ്. കുറച്ച് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അടുത്തോക്കുണ്ടോ ഇങ്ങനെ പയ്യെ. ഇത് ഭയങ്കര ടൈം എടുക്കുന്ന പണിയാണ് കേട്ടോ. പയ്യെ ചെയ്യണം. സൂക്ഷിച്ച് ആ ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാൻ പാടില്ല. ഇങ്ങനെ മടക്കി ചെയ്യണം. നമ്മൾ അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം.
നമ്മൾ അധികമൊന്നും അങ്ങനെ ഉണ്ടാക്കണില്ല, കുറച്ചുണ്ടാക്കണുള്ളൂ, ഒരു 20-25 ഒക്കെ ഉണ്ടാക്കണുള്ളൂ. നമുക്കിങ്ങനെ ഇങ്ങനെ പയ്യെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അടുത്തതും റെഡി ആയിട്ടുണ്ട്. മറന്നു പോയാ റെഡി ആയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. ഇത്രയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മ 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്യാൻ വെക്കണം. നമുക്ക് സ്റ്റീം ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മ മൊമോസ് ഇവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി ഇതൊരു 20-25 മിനിറ്റ്സ് നമുക്ക് വേവിക്കാൻ വെക്കാം. പിന്നെ അടുത്തത് ഇതിനുള്ള സോസ് ഉണ്ടാക്കാൻ പോകാം നമുക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇത്ര മതിയോ? ഇച്ചിരി ഓയില്. നമ്മളിത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് സെക്കൻഡ് ഇടേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ടെടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് പെട്ടെന്നൊന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ ഉപ്പിടേണ്ടി വരില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് തന്നെ നമ്മൾ ഇച്ചിരി സ്പൈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തത്. സോസിൻ്റെ കാര്യം അധികം റെക്കമെൻഡ് ചെയ്യണില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാം, വേണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ഇതൊന്ന് ഇച്ചിരി മുരിഞ്ഞരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എരിവുണ്ടായാലും വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചത്. നമ്മിനി ഇത് ജസ്റ്റ് ഒന്ന് കുറുകട്ടെ. അപ്പോഴേക്കും നമ്മുടെ സോസ് സെറ്റാവും. ഇപ്പോൾ ചില്ലി സോസ് പോലെ സംഭവമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ആയിരിക്കും തോന്നണം അല്ലേ? മരിക്കില്ലേ? എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയ മോമോസ് പപ്പനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറയാണ്. ടേസ്റ്റ് ചെയ്തു. മോമോസ് ഇപ്പോൾ എത്ര ഉണ്ട്? 2, 4, 6, 8, 9 മോമോസ്. ഈ ചമ്മന്തി അടിപൊളിയാണുണ്ട്. ഇത് നമ്മുടെ ടൊമാറ്റോ സോസ് അല്ലേ? സ്റ്റീം മോമോസാണ്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്റ്റീമായിട്ടുണ്ടെല്ലാം കൊള്ളാം. പക്ഷെ എനിക്ക് സോസിനെക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ചമ്മന്തിയാണ് കേട്ടോ. ചില്ലി സോസിലാക്കാൻ നോക്കിയതാ. ചില്ലി സോസാ. പക്ഷെ ഇത് കൊള്ളാം. ഈ സോസാണ് അടിപൊളി. ചില്ലി സോസിനെക്കാട്ടും നല്ലതാണ്. അല്ല, ടൊമാറ്റോ സോസിനെക്കാട്ടും നല്ലതാണ്.
കൊള്ളാം. ഇത് ആദ്യത്തെ പരീക്ഷണമാണ് അമ്മുവിൻ്റെ. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഒരു 10 out of 9. കാരണം 10 പേർക്ക് കൊടുക്കാൻ പറ്റില്ല. 9 മാർക്ക് വരെയും കൊടുക്കാം. കൊള്ളാം. അപ്പോൾ ഞാൻ കുറേ നാൾ കൂടിയിട്ട് ചെയ്ത പരീക്ഷണമാണ് സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വന്നവരെ ടാറ്റാ.